നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹ കാൽവരിയിലെ കുരിശിൽ ജീവൻ അർപ്പിച്ചതിൻ്റെ ഓർമ്മയാണ് ഈ ദുഃഖവെള്ളിയാഴ്ച നാം അനുസ്മരിക്കുന്നത്. ഈ പുണ്യദിനം നമുക്ക് രക്ഷ നേടിത്തന്ന ദിനമായതുകൊണ്ട് ഈ ദിനത്തെ ഓർത്ത് ദൈവത്തിനു മുമ്പിൽ നമുക്ക് നന്ദിയോടെ ആയിരിക്കും. ഈ ദിനത്തിൻ്റെ എല്ലാ പുണ്യങ്ങളും നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് സമൃദ്ധമായി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിയോഗം ഈ തിരുക്കർമ്മങ്ങളുടെ നിയോഗമായി സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ തിരുക്കർമ്മങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പാനപാത്രമൻ പ്രിയദാതാ മാറ്റി തരണമേ. താണു ദൈവത്തിൻ സൂനുഭൂമിയിൽ വീണു താതൻ മിങ്കിലി പാനപാത്രമൻ പ്രിയദാതാ മാറ്റിത്തരണമേ. താണു ദൈവത്തിൻ സൂനുഭൂമിയിൽ വീണു താതനോടർപ്പിച്ചു. മർത്തിയ പാപങ്ങൾ വന്നുയർന്നോരു മാമല തീർത്തു നിൽക്കവേ. ഭീതിയാൽ മൃദു മേനിയാകവേ രക്തധാരയിൽ ആണ്ടുപോ. കഴിയുമെങ്കിൽ പാനപാത്രമേ പ്രിയദാതാ മാറ്റിത്തരണമേ. താണു ദൈവത്തിൻ സൂനുഭൂമി വീണു താതനോടർപ്പിച്ചു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഗെത്സമൻ തോട്ടത്തിൽ പരമപിതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് നാം ഇപ്പോൾ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നുള്ള പാട്ടുപാടിക്കൊണ്ട് ഈശോയുടെ പ്രാർത്ഥനയെ ഓർമ്മിച്ചത്. തുടർന്ന് നമ്മൾ ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ആചരിക്കുന്ന ഈ തിരുക്കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. വളരെ പ്രത്യേകമായി ലോകമാസകലം പീഡാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ കൊറോണ വൈറസിൻ്റെ ഭീതി ലോകത്തെ മുഴുവനും ഗ്രസിച്ചിരിക്കുന്ന ഈ നാളുകളിൽ കർത്താവ് കാൽവരിയിൽ നേടിത്തന്ന രക്ഷയുടെ പിൻബലത്തിൽ ഈ രോഗഭീതി പൂർണ്ണമായും നീങ്ങുവാനായി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുക്കർമ്മം ആരംഭിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക്
സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മഹോന്നതനായ കർത്താവേ, ദൈവമായ അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. മഹത്വപൂർണമായ ത്രിത്വത്തെ ഞങ്ങൾ എല്ലാ സമയവും സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മിശിഹ അനുഭവിച്ച പീഡകൾ ഭക്തിപൂർവ്വം ഞങ്ങൾ അനുസ്മരിക്കുന്നു. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേൽ മിശിഹ നേടിയ വിജയത്തിൽ ഞങ്ങളെയും പങ്കാളികളാക്കണമേ. അവിടുത്തെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഫലങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അങ്ങയെ കാര്യമായി മതിക്കാത്ത മനുഷ്യരുടെ കയ്യിൽ എന്നെ വിട്ടുകൊടുക്കരുതേ. പകൽ സമയം ഞാൻ നിന്നെ വിളിച്ചു, നീ എനിക്ക് ഉത്തരമരുളിയില്ല. യിലും ഞാൻ നിന്നെ വിളിച്ചു, നീ എനിക്കായി കാത്തിരുന്നില്ല. നീ പരിശുദ്ധനാകുന്നു, നിന്റെ മഹിമയിൽ ഇസ്രായേൽ വസിക്കുന്നു. എന്റെ പിതാക്കന്മാർ നിന്നിൽ ആശ്രയിച്ചു, അവർ നിന്നിൽ ശരണം ഗമിച്ചു. അപ്പോൾ നീ അവർക്ക് വിമോചനമേകി. നിന്നോടവർ നിലവിളിച്ചു, അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. നിന്നിൽ അവർ ആശ്രയിച്ചു, അവർ ലജ്ജിതരായില്ല. ഞാൻ മനുഷ്യനല്ല, കൃപയാകുന്നു. മനുഷ്യരുടെ നിന്ദാവിഷയവും ജനത്തിന്റെ പരിഹാസപാത്രവുമാകുന്നു. കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു. അവർ വികൃതമായ ആംഗ്യങ്ങൾ കാട്ടുകയും തലയാട്ടുകയും ചെയ്യുന്നു. കർത്താവ് രക്ഷിക്കുമെന്ന് അവൻ പ്രത്യാശിച്ചു. അവനിൽ സംപ്രീതനാണെങ്കിൽ കർത്താവ് അവനെ രക്ഷിക്കട്ടെ. എന്നിൽ നിന്ന് നീ അകന്നിരിക്കരുതേ. ഇതാ ദുരിതമടുത്തിരിക്കുന്നു, എന്നെ സഹായിക്കുവാൻ ആരുമില്ല. നായ്ക്കൾ എന്റെ ചുറ്റും കൂട്ടം കൂടി, ദുഷ്ടരുടെ സംഘം എന്നെ വളഞ്ഞു. എന്റെ കൈകളും കാലുകളും അവർ തുളച്ചു, അസ്ഥികളെല്ലാം പ്രലപിച്ചു. ആക്ഷേപപൂർവം അവർ തുറിച്ചു നോക്കി. എന്റെ വസ്ത്രം അവർ ഭാഗിച്ചെടുത്തു, അങ്കിക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു. കർത്താവേ, നീ എന്നിൽ നിന്ന് അകന്നു പോകരുതേ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, സഹായത്തിന് വേഗം വരണമേ. വാളിൽ നിന്ന് എന്റെ ജീവനെ രക്ഷിക്കണമേ. ഏകാകിയായ എന്നെ നായ്ക്കളിൽ നിന്ന് വിടുവിക്കണമേ. സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഉയർന്ന കൊമ്പിൽ നിന്ന് എളിയവനായ എന്നെ വിടുവിക്കണമേ. അഗതിയുടെ അർത്ഥന അവൻ നിന്ദിച്ചില്ല, അവഗണിക്കുകയോ മുഖം തിരിക്കുകയോ ചെയ്തില്ല. അയാൾ വിളിച്ചപ്പോൾ അവൻ ശ്രവിച്ചു. ജനസമൂഹത്തിൽ എനിക്കുള്ള സ്തുതി നിന്റെ പക്കൽ നിന്നാകുന്നു.
ഭക്തന്മാർ കാൺകെ നേർച്ച ഞാൻ നിവർത്തിക്കും. ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും. കർത്താവിനെ തേടുന്നവർ അവനെ സ്തുതിക്കും. സംതൃപ്തരായി എന്നെന്നും ജീവിക്കും. ഭൂവാസികളെല്ലാവരും കർത്താവിനെ അനുസ്മരിക്കട്ടെ. അവർ അവന്റെ പക്കലേക്ക് പിന്തിരിയട്ടെ. വിജാതിയരുടെ തലമുറകളെല്ലാം തിരുമുമ്പിൽ പ്രണമിക്കട്ടെ. രാജ്യം കർത്താവിൻ്റെതാകുന്നു, വിജാതിയരുടെ അധിപൻ അവനാകുന്നു. ദിവസം മുഴുവൻ ഞങ്ങൾ നിന്നെ സ്തുതിച്ചു, എന്നും നിന്റെ നാമം പ്രകീർത്തിച്ചു. എന്നിട്ടും നീ ഞങ്ങളെ വിസ്മരിച്ചു, ലജ്ജിക്കാൻ ഞങ്ങൾക്കിടയാക്കിയില്ല. സൈന്യത്തോടൊപ്പം നീ ഇറങ്ങുന്നില്ല, പിന്തിരിഞ്ഞോടുവാൻ ഞങ്ങൾക്കിടവരുക്കി. ശത്രുക്കൾ ഞങ്ങളെ കൊള്ളയടിച്ചു. കൊന്നുതിന്നാനുള്ള ആടിനെ പോലെ നീ ഞങ്ങളെ അവർക്ക് നൽകി. ജനതകൾക്കിടയിൽ ഞങ്ങളെ സ്വന്തം ജനത്തെ വിലയില്ലാതെ വിറ്റു. അവരുടെ വില നീ വർദ്ധിപ്പിച്ചുമില്ല. വിജാതിയരുടെ മധ്യത്തിൽ പഴമൊഴിയാക്കി, ജനപദങ്ങൾക്കിടയിൽ അവഹേളിതരാക്കി. നിന്ദിക്കുകയും ദുഷിക്കുകയും ചെയ്യുന്നവന്റെ സ്വരമുയരുന്നു. പ്രതികാരം ചെയ്യുന്ന ശത്രു ഇതാ എന്റെ മുമ്പിൽ. നിന്റെ ഉടമ്പടിയെ ഞങ്ങൾ ലംഘിച്ചിട്ടില്ല, പിന്നോക്ക് ഞങ്ങൾ തിരിഞ്ഞതില്ല, നിന്റെ മാർഗത്തിൽ നിന്ന് മാറിയില്ല. എന്നിട്ടും തിരുനാമം ഞങ്ങൾ വിസ്മരിച്ചില്ല, അന്യദേവന്മാരുടെ നേർക്ക് കൈനീട്ടിയില്ല. നിന്നെ പ്രതി അനുദിനം ഞങ്ങൾ വധിക്കപ്പെടുന്നു, അറക്കാനുള്ള ആടുകളായി ഗണിക്കപ്പെടുന്നു. ഞങ്ങളിൽ നിന്ന് തിരുവചനം തിരിക്കരുതേ, ഞങ്ങളുടെ താഴ്ചയും ഞെരുക്കവും മറക്കരുതേ. കാരുണ്യപൂർവ്വം നീ എഴുന്നേൽക്കണമേ, സഹായിക്കണമേ, രക്ഷയരുളണമേ. ദിവസം മുഴുവൻ എന്റെ ശത്രുക്കൾ എന്നെ ചവിട്ടി മെതിക്കുന്നു. അനേകം യോദ്ധാക്കൾ എനിക്കെതിരായി പ്രബലപ്പെടുന്നു. സമയത്ത് പോലും ഞാൻ ഭയപ്പെടുകയില്ല. ദൈവത്തിൽ ഞാൻ അഭിമാനിക്കുന്നു, അവനിൽ ഞാൻ സമാശ്രയിക്കുന്നു. അവർ ദിവസം മുഴുവനും എനിക്കെതിരായി ആലോചിക്കുന്നു, തിന്മ നിരൂപിക്കുന്നു. അവനെ രക്ഷിക്കാൻ ആരുമില്ലെന്ന് അവർ വീമ്പിളക്കുന്നു. ദൈവമേ, നിന്നിലുള്ള വിശ്വാസം ഞാൻ അറിയിച്ചു. എന്റെ കണ്ണീരെല്ലാം തിരുസന്നിധിയിൽ സൂക്ഷിക്കണമേ. നിന്റെ ഗ്രന്ഥത്തിൽ അവ രേഖപ്പെടുത്തണമേ. എന്റെ ശത്രുക്കൾ ലജ്ജിച്ച് പുറംതിരിയട്ടെ. ദൈവം എന്നോടൊത്താണെന്ന് ഞാൻ അറിയുന്നു. ദൈവവചനം ഞാൻ കീർത്തിക്കുന്നു, ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. നിനക്കുള്ള നേർച്ചകൾ ഞാൻ നിറവേറ്റും, കൃതജ്ഞതാബലി അർപ്പിക്കും. എന്നെ അപായപ്പെടുത്താൻ കാത്തിരിക്കുന്നു, എന്റെ കുതുകാലുകളെ നിരീക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവിടുന്നു? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അങ്ങേ കാര്യമായി മതിക്കാത്ത മനുഷ്യരുടെ കയ്യിൽ എന്നെ വിട്ടുകൊടുക്കരുതേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന് നൽകിയ നന്മകൾക്കായി അങ്ങയുടെ മകനീയ തൃത്വത്തിന്റെ ഉന്നതവും ഭാഗ്യപൂർണവും പരിശുദ്ധവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. രക്തസാക്ഷികളുടെ മരണദിനത്തിൽ അവരുടെ ജീവിത ബലി സ്വീകരിച്ച മിശിഹായെ, ഞങ്ങളുടെ ബലഹീനമായ കരങ്ങളിൽ നിന്നും
ഈ ധൂപം കാരുണ്യപൂർവ്വം സ്വീകരിക്കണമേ. ശക്തനായ കർത്താവേ, അങ്ങേ കൂടാരമത്ര മനോഹരമാകുന്നു. മിശിഹാ കർത്താവേ, നരകുലരക്ഷകനെ, ഞങ്ങളണച്ചിടുമീ പ്രാർത്ഥന തിരുമുൻപിൽ. പരിമളമിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം. കർത്താവിന്റെ അങ്കണം എന്റെ ആത്മാവ് ആകാംക്ഷയോടെ കാത്തിരുന്നു. മിശിഹാ കർത്താവേ, നരകുലരക്ഷകനെ, ഞങ്ങളണച്ചിടുമീ പ്രാർത്ഥന തിരുമുൻപിൽ. പരിമളമിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഞങ്ങൾക്ക് വേണ്ടി മുറിവുകളേറ്റ് കുരിശിൽ സ്വയം സമർപ്പിച്ച കർത്താവേ, ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തണമേ. നിന്റെ ദാരുണമായ മരണത്തിൽ സൃഷ്ടികളെല്ലാം വിലപിച്ചുവല്ലോ. നിന്റെ പീഡാനുഭവത്തെയും മരണത്തെയും അനുസ്മരിക്കുന്ന ഞങ്ങൾ ലോകത്തിൽ മരിച്ചവരായി പരിശുദ്ധാത്മാവിൽ പുതുജീവൻ പ്രാപിക്കുന്നതിന് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാപങ്ങളോർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാവുന്നു. ഞങ്ങളെപ്പോൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാവുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേകണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എന്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. ഉത്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന 22-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. പിതാവെ ആശ്രദിച്ചാലും. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിന്നീടൊരിക്കൽ ദൈവം അബ്രഹാത്തെ പരീക്ഷിച്ചു. അബ്രഹാം അവിടുന്ന് വിളിച്ചു, ഇതാ ഞാൻ അവൻ വിളികേട്ടു. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹനബലിയായി അർപ്പിക്കണം. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് 2 വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. 3-ാം ദിവസം അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ
അകലെ ആ സ്ഥലം കണ്ടു. അവൻ വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. അബ്രഹാം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു. കത്തിയും തീയും അവൻ തന്നെ എടുത്തു. അവർ ഒരുമിച്ച് മുമ്പോട്ട് നടന്നു. ഇസഹാക്ക് തന്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു, പിതാവേ, എന്താ മകനെ? അവൻ വിളി കേട്ടു. ഇസഹാക്ക് പറഞ്ഞു, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാട് എവിടെ? അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. അവരൊന്നിച്ച് മുമ്പോട്ട് പോയി. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രഹാം അവിടെ ഒരു ബലിപീഠം പണിതു. വിറക് അടക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി. മകനെ ബലി കഴിക്കാൻ അബ്രഹാം കത്തി കയ്യിലെടുത്തു. തക്ഷണം കർത്താവിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാം, അബ്രഹാം എന്ന് വിളിച്ചു. ഇതാ ഞാൻ. അവൻ വിളി കേട്ടു. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ തന്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവൻ അതിനെ മകന് പകരം ദഹനബലി അർപ്പിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യാഹ്വേയിരെ എന്ന് പേരിട്ടു. കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. കർത്താവിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് വീണ്ടും അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായിക കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു. ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിന്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എന്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അബ്രഹാം എഴുന്നേറ്റ് തന്റെ വേലക്കാരുടെ അടുത്തേക്ക് ചെന്നു. അവർ ഒന്നിച്ച് ബേർഷബയിലേക്ക് തിരിച്ചുപോയി. അബ്രഹാം ബേർഷബയിൽ പാർത്തു. നമ്മുടെ കർത്താവിനെ സ്തുതി. കർത്താവിന്റെ രക്ഷയും പ്രകാശവുമാകുന്നു. ഞാൻ ആരെ പേടിക്കണം? രഹസ്യങ്ങൾ അറിയുന്ന ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. കർത്താവിന്റെ ജീവന്റെ ശക്തിയാകുന്നു. ആരിൽ നിന്ന് ഞാൻ വിരണ്ടോടണം? നിന്ദകരും എതിരാളികളും ദുർവൃത്തരും എന്നെ വിഴുങ്ങുവാൻ സമീപിച്ചു. അപ്പോൾ അവർ ഒന്നടങ്കം മറിഞ്ഞു വീണു. ഒരു കാര്യം കർത്താവിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അത് തന്നെ ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് ജീവിതകാലം മുഴുവൻ കർത്താവിന്റെ ഭവനത്തിൽ വസിക്കണം. കർത്താവെ, നിന്നെ ഞാൻ വിളിക്കുമ്പോൾ എന്റെ ശബ്ദം കേൾക്കണമേ. എന്നിൽ കനിയണമേ, എനിക്ക് ഉത്തരമരളണമേ. എന്റെ ഹൃദയം നിന്നോട് സംസാരിക്കുന്നു, എന്റെ വദനം തിരുമുഖം തേടുന്നു. കർത്താവേ, നിന്റെ മുഖം എന്നിൽ നിന്ന് മറക്കരുതേ. എന്റെ സഹായകനായ കർത്താവേ, നിന്റെ ദാസനായ എന്നെ ദ്വേഷത്തോടെ ശിക്ഷിക്കരുതേ. കർത്താവേ, നിന്റെ വഴി എന്നെ പഠിപ്പിക്കണമേ, നേർവഴിയിലൂടെ എന്നെ നയിക്കണമേ. എന്റെ വൈരികൾക്ക് എന്നെ കയ്യാളിക്കരുതേ. എനിക്കെതിരായി കള്ളസാക്ഷികൾ അണിനിരക്കുന്നു, അവർ തിന്മ സംസാരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കുമാമേൻ. കർത്താവിന്റെ രക്ഷയും പ്രകാശവുമാകുന്നു. ഞാൻ ആരെ പേടിക്കണം? രഹസ്യങ്ങൾ അറിയുന്ന ദൈവമേ, അങ്ങേ തിരുമുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. രണ്ടാം വായന, യേശയ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. പിതാവെ ആശ്രവദിക്കണമേ. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്റെ ദാസന് ശ്രേയസ് ഉണ്ടാകും. അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും. അവനെ കണ്ടവർ അമ്പരന്ന് പോയി. മനുഷ്യൻ തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു. അവന്റെ രൂപം മനുഷ്യൻ്റെതല്ല. അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും. രാജാക്കന്മാർ അവൻ മൂലം നിശബ്ദരാകും. അവരോട് പറഞ്ഞിട്ടില്ലാത്തവ അവർ കാണും, കേട്ടിട്ടില്ലാത്തവ
മനസ്സിലാക്കുകയും ചെയ്യും. നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു? കർത്താവിൻ്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്? തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുൻപിൽ വളർന്നു. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു. നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമ്മുടെ രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഒരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപനിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ നാട്ടിൻ്റെ ഇടയിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആര് കരുതി? അവൻ ഒരതിക്രമവും ചെയ്തില്ല. അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടതുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. കർത്താവിനെ സ്തുതി. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുമരണത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. വാനിലുമൂഴി ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുമരണത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുമരണത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ
എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുമരണത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ. പിതാവെ ആശീർവദിച്ചു. നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം അവന്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച. മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നാം ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. അവൻ വഴിയാണല്ലോ നാം ഇപ്പോൾ അനുരഞ്ജനം സാധിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. നിയമം നൽകപ്പെടുന്നതിന് മുമ്പ് തന്നെ പാപം ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ നിയമമില്ലാത്തപ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല. ആദത്തിന്റെ പാപത്തിന് സദൃശമായ പാപം ചെയ്യാതിരുന്നവരുടെ മേൽ പോലും ആദത്തിന്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി. ആദം വരാനിരുന്നവന്റെ പ്രതിരൂപമാണ്. എന്നാൽ പാപം പോലെയല്ല കൃപാദാനം. ഒരു മനുഷ്യന്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യന്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു. ഒരുവന്റെ പാപത്തിൽ നിന്നുള്ളവായ ഫലം പോലെയല്ല ഈ ദാനം. ഒരു പാപത്തിന്റെ ഫലമായുണ്ടായ വിധി ശിക്ഷയ്ക്ക് കാരണമായി. അനേകം പാപങ്ങൾക്ക് ശേഷം ആഗതമായ കൃപാദാനമാകട്ടെ നീതീകരണത്തിന് കാരണമായി. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. സ്വന്തം ജനങ്ങൾക്കു ജീവനേകാൻ സർവേശനന്ദനൻ പൂവിൽ വന്നു. സർവേശനന്ദനൻ പൂവിൽ വന്നു. കുരിശാണാനാഥനായി തീർത്തു ലോകം. വേദയാലാനാഥനിൽ ചേർത്തു ലോകം. വേദയാലാനാഥനിൽ ചേർത്തു ലോകം. ഇരുളിൽ പ്രകാശം തെളിച്ചു കാട്ടാൻ പരമപ്രകാശം കനിഞ്ഞിറങ്ങി. പരമപ്രകാശം കനിഞ്ഞിറങ്ങി.
കുരിശാണാനാഥനായി തീർത്തു ലോകം, വേദയാണാനാഥനിൽ ചേർത്തു ലോകം, വേദയാല നാഥനിൽ ചേർത്തു ലോകം. പ്രിയമുള്ളവരെ, തുടർന്ന് നാം ശ്രവിക്കുന്നത് ഈശോയുടെ പീഡാനുഭവ ചരിത്രമാണ്. സുവിശേഷങ്ങളിലെ പീഡാനുഭവ വിവരണങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ഈ പീഡാനുഭവ വിവരണം നമുക്ക് ഭക്തിപൂർവ്വം ശ്രവിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പീഡാനുഭവ ചരിത്രം. ഇവ അരുളി ചെയ്ത ശേഷം ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഈശോ കിദ്രോൻ തോട് കടന്ന് പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി. അവിടെ ഗത്സമൻ എന്ന പേരിൽ ഒരു തോട്ടമുണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും അതിൽ പ്രവേശിച്ചു. അപ്പോൾ അവിടുന്ന് അവരോട് ഇങ്ങനെ അരുളി ചെയ്തു: ഞാൻ പോയി പ്രാർത്ഥിക്കട്ടെ, നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. അനന്തരം ഈശോ പത്രോസിനെയും സബദിയുടെ പുത്രന്മാരായ യാക്കോബ്, യോഹന്നാൻ എന്നിവരെയും കൂട്ടിക്കൊണ്ട് അല്പദൂരം മുന്നോട്ട് നീങ്ങി. അവിടെ വെച്ച് ഈശോ അപാരമായ ദുഃഖത്താൽ വിവശനായി തീർന്നു. അവിടുന്ന് അവരോട് ഇപ്രകാരം അരുൾ ചെയ്തു: എൻ്റെ ആത്മാവ് മരണവേദന അനുഭവിക്കുന്നു, നിങ്ങൾ എന്നോടുകൂടെ ഉണർന്നിരിക്കുവിൻ. അനന്തരം അവിടുന്ന് ഒരു കല്ലേറ് ദൂരെ മാറി മുട്ടുകുത്തി സാഷ്ടാംഗം വീണ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: പിതാവേ, കഴിയുമെങ്കിൽ ആ മണിക്കൂർ എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. അങ്ങ് സർവശക്തനാണല്ലോ. ഈ കാസ എന്നിൽ നിന്ന് മാറ്റിത്തരേണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈശോ ശിഷ്യന്മാരുടെ പക്കലേക്ക് മടങ്ങിച്ചെന്നപ്പോൾ അവർ ഉറങ്ങുന്നതാണ് കണ്ടത്. അപ്പോൾ അവിടുന്ന് പത്രോസിനോട് ചോദിച്ചു: ശിമയോനെ, നീ ഉറങ്ങുകയാണോ? 1 മണിക്കൂർ നേരം എന്നോടുകൂടെ ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമായിരിക്കുന്നു. അവിടുന്ന് വീണ്ടും പോയി അതേ വാക്കുകൾ തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചു: എൻ്റെ പിതാവേ, ഈ കാസ ഞാൻ കുടിക്കാതെ നിവൃത്തിയില്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈശോ വീണ്ടും തിരിച്ചു ചെന്നപ്പോഴും അവർ ഉറങ്ങുന്നതായിട്ടാണ് കണ്ടത്. അവരുടെ കണ്ണുകൾ അത്രയ്ക്ക് നിദ്രാഭാരമുള്ളവയായിരുന്നു. അവിടുത്തോട് എന്തു മറുപടി പറയണമെന്നറിയാതെ അവർ വിഷമിച്ചു. ഈശോ അവരെ വിട്ട് 3-ാം പ്രാവശ്യവും പ്രാർത്ഥിക്കുവാൻ പോയി. അവിടുന്ന് അതേ വാക്കുകൾ തന്നെ ഉരുവിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഈശോയെ ധൈര്യപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖ പ്രത്യക്ഷനായി. വേദന കഠോരമായപ്പോൾ അവിടുന്ന് കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടുത്തെ വിയർപ്പ് രക്തത്തുള്ളികളായി നിലത്ത് വീണു. അവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് 3-ാം പ്രാവശ്യവും ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ചെന്നു. അവർ അപ്പോഴും ദുഃഖാർത്തനായി തളർന്ന് ഉറങ്ങുകയായിരുന്നു. അവിടുന്ന് അവരോട് അരുളി ചെയ്തു: ഇപ്പോഴും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണോ? ഇതാ, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാനുള്ള സമയമായി. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ എത്തിക്കഴിഞ്ഞു. അവിടുത്തെ ഒറ്റിക്കൊടുത്ത യൂദാസിന് ആ സ്ഥലം അറിയാമായിരുന്നു. എന്തെന്നാൽ ശിഷ്യന്മാരും ഒന്നിച്ച് ഈശോ പലപ്പോഴും അവിടെ പോകാറുണ്ടായിരുന്നു. യൂദാസ് പട്ടാളത്തെയും പ്രധാന ആചാര്യന്മാരുടെയും പ്രീശന്മാരുടെയും സേവകരെയും കൂട്ടിക്കൊണ്ട് അവിടെ ചെന്നു. അവർ വിളക്കുകളും പന്തങ്ങളും വാളുകളും വടികളും എടുത്തിരുന്നു. ഈശോ ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് 12 പേരിൽ ഒരുവനായ യൂദാസ് അവിടെ എത്തിയത്. ഒറ്റിക്കൊടുക്കുവാനിരുന്നവൻ അവരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു: ഞാൻ ഒരാളെ ചുംബിക്കും, അവനാണ് മിശിഹ, അവനെ നിങ്ങൾ ശ്രദ്ധാപൂർവം പിടിച്ചുകൊള്ളണം. അടുത്തെത്തിയ ഉടനെ യൂദാസ് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഈശോയെ ചുംബിച്ചു. ഗുരു സ്വസ്തി. അപ്പോൾ ഈശോ അയാളോട് ചോദിച്ചു: സ്നേഹിത, നീ ഇതിനാണോ വന്നത്?
യൂദാസെ, ചുംബിച്ചുകൊണ്ട് നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുകയാണോ? സംഭവിക്കാൻ പോകുന്നതെല്ലാം അറിഞ്ഞിരുന്ന ഈശോ അവരുടെ അടുക്കിലേക്ക് ചെന്ന് ഇപ്രകാരം ചോദിച്ചു. നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ അവിടുത്തോട് പറഞ്ഞു, നസ്രായനായ ഈശോയെയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. ഈശോ അവരോട് അരുളി ചെയ്തു, അത് ഞാൻ തന്നെയാകുന്നു. അവിടുത്തെ ഒറ്റിക്കൊടുത്ത യൂദാസും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അത് ഞാൻ തന്നെയാകുന്നു എന്ന് അവിടുന്ന് അരുളി ചെയ്ത ക്ഷണത്തിൽ അവരെല്ലാവരും പുറകോട്ട് മറിഞ്ഞു വീണു. ഈശോ വീണ്ടും അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ വീണ്ടും പറഞ്ഞു, നസ്രായനായ ഈശോയെയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. അവിടുന്ന് അവരോട് അരുളി ചെയ്തു, അത് ഞാൻ തന്നെയാണെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്നെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഇവരെല്ലാം പൊയ്ക്കൊള്ളട്ടെ. അങ്ങനെ ഏൽപ്പിച്ചിരുന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്നുള്ള തന്റെ വചനം പൂർത്തിയാക്കുവാനാണ് അവിടുന്ന് ഇപ്രകാരം പറഞ്ഞത്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ ശിഷ്യന്മാർ അവിടുത്തോട് ചോദിച്ചു, കർത്താവേ, ഞങ്ങളും വാളെടുക്കട്ടെയോ? ശിമിയോൻ പത്രോസിന്റെ കൈവശം ഒരു വാളുണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് അത് ഊരി പ്രധാന ആചാര്യന്റെ സേവകനെ വെട്ടി അവന്റെ വലത് ചെവി മുറിച്ചു കളഞ്ഞു. ആ സേവകന്റെ പേര് മാൽക്കൂസ് എന്നായിരുന്നു. അവന്റെ ചെവി തൊട്ട് സുഖപ്പെടുത്തിയ ശേഷം ഈശോ പത്രോസിനോട് അരുളി ചെയ്തു, വാൾ അതിൻ്റെ ഉറയിലിടുക. വാളെടുക്കുന്നവൻ വാളാൽ തന്നെ മരിക്കും. ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിച്ചാൽ ക്ഷണനേരം കൊണ്ട് 12 വ്യൂഹം മാലാഖമാരെ അയച്ച് ശത്രുകരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കുകയില്ലെന്നാണോ നീ കരുതുന്നത്? അങ്ങനെ ചെയ്താൽ ഇതെല്ലാം സംഭവിക്കണമെന്ന് തിരുവെഴുത്ത് എങ്ങനെ പൂർത്തിയാകും? എൻ്റെ പിതാവ് എനിക്ക് തന്ന കാസ ഞാൻ കുടിക്കേണ്ടതല്ലയോ? അനന്തരം ഈശോ ആ ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു, ഒരു കവർച്ചക്കാരനെ പിടിക്കാനെന്ന വണ്ണം വാളുകളും വടികളുമായി നിങ്ങൾ ഇപ്പോൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നവനല്ലേ? അന്നൊന്നും നിങ്ങൾ എന്നെ പിടികൂടിയില്ലല്ലോ. ഇത് നിങ്ങളുടെ സമയമാണ്. ഇത് അന്ധകാരത്തിൻ്റെ ഭരണമാണ്. പ്രവചനങ്ങൾ പൂർത്തിയാകുവാൻ ഇങ്ങനെയെല്ലാം സംഭവിച്ചേ മതിയാവൂ. അപ്പോൾ സഹസ്രാധിപനും പട്ടാളക്കാരും യൂദന്മാരുടെ പരിചാരകരും ചേർന്ന് ഈശോയെ പിടിച്ച് ബന്ധിച്ചു. അത് കണ്ട് ശിഷ്യന്മാരെല്ലാവരും അവിടുത്തെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. എന്നാൽ ഒരു യുവാവ് ഈശോയെ അനുഗമിച്ചിരുന്നു. അവർ അയാളെ പിടികൂടി. ധരിച്ചിരുന്ന വസ്ത്രം ഉപേക്ഷിച്ച് അയാളും ഓടി രക്ഷപ്പെട്ടു. ഈശോയെ ആദ്യം അവർ അന്നാസിന്റെ പക്കലേക്കാണ് കൊണ്ടുപോയത്. എന്തെന്നാൽ അയാൾ അക്കൊല്ലത്തെ മഹാപുരോഹിതനായിരുന്ന കയ്യപ്പായുടെ ശ്വശരനായിരുന്നു. ജനങ്ങളൊന്നാകെ നശിക്കാതിരിക്കുവാൻ ഒരാൾ അവർക്ക് പകരം മരിക്കുന്നത് നല്ലതാണെന്ന് ഒരിക്കൽ പ്രസ്താവിച്ചിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു കയ്യപ്പ. പ്രധാനാചാര്യൻ ഈശോയോട് അവിടുത്തെ ശിഷ്യന്മാരെയും ഉപദേശത്തെയും പറ്റി ചോദിച്ചു. ഈശോ അദ്ദേഹത്തോട് ഇപ്രകാരം മറുപടി പറഞ്ഞു, ഞാൻ ജനങ്ങളോട് പരസ്യമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. യൂദന്മാരുടെ സംഘത്തിലും ദേവാലയത്തിലുമല്ലാതെ രഹസ്യമായി ഞാനൊന്നും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? ഞാൻ എന്ത് പറഞ്ഞുവെന്ന് എൻ്റെ ശ്രോതാക്കളോട് തന്നെ ചോദിക്കുക. ഞാൻ പറഞ്ഞതെല്ലാം അവർക്കറിയാമല്ലോ. അവിടുന്ന് അങ്ങനെ അരുളി ചെയ്തപ്പോൾ അടുത്തു നിന്നിരുന്ന ഒരു പരിചാരകൻ ഇപ്രകാരം ചോദിച്ചുകൊണ്ട് അവിടുത്തെ കവിൾത്തടത്തിൽ അടിച്ചു. ഇങ്ങനെയാണോ പ്രധാന ആചാര്യനോട് മറുപടി പറയുന്നത്? ഈശോ അയാളോട് ചോദിച്ചു, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കാണിച്ചു തരിക. തെറ്റൊന്നുമില്ല എങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ അടിച്ചത്? അന്നാസ് ഈശോയെ ബന്ധിതനായി തന്നെ മഹാപുരോഹിതനായ കയ്യപ്പായുടെ അടുക്കലേക്ക് അയച്ചു. ന്മാരും നിയമജ്ഞരും ജനപ്രമാണികളുമെല്ലാം അവിടെ സമ്മേളിച്ചിരുന്നു. പ്രധാനാചാര്യന്മാരും ന്യായാധിപ സംഘവും ഈശോയെ വധശിക്ഷയ്ക്ക് വിധിക്കുവാനുള്ള തെളിവുണ്ടാക്കുവാൻ പരിശ്രമിക്കുകയായിരുന്നു. എന്നാൽ അതിൽ അവർ പരാജയമടഞ്ഞു. പലരും അവിടത്തേക്കെതിരായി കള്ളസാക്ഷ്യം പറയുവാൻ തയ്യാറായി ചെന്നെങ്കിലും അവരുടെ സാക്ഷ്യങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടാതെ പോയി. അവസാനം 2 കള്ളസാക്ഷികൾ ചെന്ന് ഇങ്ങനെ മൊഴി കൊടുത്തു: മനുഷ്യനിർമ്മിതമായ ഈ ദേവാലയം നശിപ്പിച്ച് 3 ദിവസത്തിനകം മനുഷ്യനിർമ്മിതമല്ലാത്ത മറ്റൊന്ന് പണിയും ഈ മനുഷ്യൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അവിടെയും അവരുടെ സാക്ഷ്യങ്ങൾ തമ്മിൽ പൊരുത്തമില്ലായിരുന്നു. മഹാപുരോഹിതൻ അവരുടെ മധ്യ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈശോയോട് ചോദിച്ചു,
ഈ മനുഷ്യരെല്ലാം നിനക്കെതിരായി നൽകുന്ന സാക്ഷ്യങ്ങളെ കുറിച്ച് നിനക്കൊന്നും പറയുവാനില്ലേ? ഈശോ യാതൊരു മറുപടിയും നൽകിയില്ല. മഹാപുരോഹിതൻ വീണ്ടും ചോദിച്ചു, നീ ദൈവപുത്രനായ മിശിഹ തന്നെയോ എന്ന് ഞങ്ങളോട് പറയണമെന്ന് സജീവ ദൈവത്തിന്റെ നാമത്തിൽ ശപഥം ചെയ്ത് ഞാൻ ആവശ്യപ്പെടുന്നു. ഈശോ അരുളി ചെയ്തു, അങ്ങ് തന്നെ അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് കേട്ടപ്പോൾ മഹാപുരോഹിതൻ തന്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറിക്കൊണ്ട് പറഞ്ഞു, ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്കെന്താവശ്യം? ഇവൻ ദൈവദൂഷണം പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടുവല്ലോ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവർ മറുപടി പറഞ്ഞു, ഇവൻ മരണശിക്ഷയ്ക്ക് അർഹനാകുന്നു. പിന്നീട് അവർ അവിടുത്തെ മുഖത്ത് തുപ്പുകയും ഇടിക്കുകയും കരണത്ത് അടിക്കുകയും ചെയ്തു. കണ്ണുകൾ മൂടിക്കെട്ടിയ ശേഷം ഇപ്രകാരം ചോദിച്ചുകൊണ്ട് അവിടുത്തെ അടിച്ചു, നിന്നെ അടിച്ചത് ആരാണെന്ന് പ്രവചിക്കുക. അവർ അവിടത്തേക്കെതിരായി പല ദൂഷണങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. ശിമയോൻ പത്രോസും മറ്റൊരു ശിഷ്യനും മഹാപുരോഹിതന്റെ അങ്കണം വരെ ദൂരത്തുകൂടി ഈശോയെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. ആ ശിഷ്യൻ മഹാപുരോഹിതനെ പരിചയമുണ്ടായിരുന്നതിനാൽ ഈശോയുടെ കൂടെ മഹാപുരോഹിതന്റെ നടുമുറ്റത്ത് പ്രവേശിക്കുവാൻ സാധിച്ചു. എന്നാൽ പത്രോസ് പുറത്ത് വാതിൽക്കൽ തന്നെ നിൽക്കുകയായിരുന്നു. അതിനാൽ മഹാപുരോഹിതനെ പരിചയമുണ്ടായിരുന്ന മറ്റേ ശിഷ്യൻ ചെന്ന് വാതിൽ കാവൽക്കാരിയോട് ശുപാർശ ചെയ്തു. ശിമിയോൻ പത്രോസിനെയും അകത്ത് പ്രവേശിപ്പിച്ചു. ആ വാതിൽ കാവൽക്കാരി ശിമിയോനോട് ചോദിച്ചു, താനും ആ മനുഷ്യന്റെ ഒരു ശിഷ്യനല്ലയോ? പെട്ടെന്ന് അയാൾ മറുപടി പറഞ്ഞു, ഞാൻ ആ മനുഷ്യന്റെ ശിഷ്യനല്ല. കാര്യങ്ങൾ എങ്ങനെ അവസാനിക്കുമെന്ന് കാണാനായി ശിമയോൻ ഭൃത്യന്മാരോടുകൂടെ അകത്ത് കാത്തിരുന്നു. കുളിരായിരുന്നതിനാൽ ഭൃത്യന്മാരും സേവകരും തീ കൂട്ടി കാഞ്ഞുകൊണ്ടിരുന്നു. ശിമയോനും അവരുടെ കൂടെ തീ കായുകയായിരുന്നു. അപ്പോൾ മഹാപുരോഹിതന്റെ ഒരു പരിചാരിക ആ വഴി വന്നു. അവൾ ശിമയോനെ സൂക്ഷിച്ചു നോക്കിയ ശേഷം ഇങ്ങനെ ചോദിച്ചു, താനും നസ്രാനായ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പത്രോസ് നിഷേധിച്ചു പറഞ്ഞു, നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല. അനന്തരം അയാൾ പടിവാതിക്കലേക്ക് പോയി. അപ്പോൾ കോഴി കൂവി. അല്പം കഴിഞ്ഞ് അവിടെ നിന്നിരുന്നവർ അടുത്തു ചെന്ന് പത്രോസിനോട് പറഞ്ഞു, താനും അവരുടെ കൂടെ ഉള്ളവൻ തന്നെ, സംശയമില്ല. തന്റെ സംസാര രീതി തന്നെ അത് തെളിയിക്കുന്നു. അപ്പോൾ ശിമിയോൻ പത്രോസ് സത്യം ചെയ്ത് ആണയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല. പ്രധാനാചാര്യന്റെ ഭൃത്യനും പത്രോസ് ചെവി മുറിച്ചവന്റെ ചാർച്ചക്കാരനുമായ ഒരു മനുഷ്യൻ പത്രോസിനോട് പറഞ്ഞു, തോട്ടത്തിൽ വെച്ച് അയാളുടെ കൂടെ തന്നെയും ഞാൻ കണ്ടല്ലോ. പത്രോസ് അത് നിഷേധിച്ചു. അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ടാം പ്രാവശ്യവും കോഴി കൂവി. കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ നോക്കി, കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിച്ചു പറയും എന്ന് അവിടുന്ന് അരുളി ചെയ്തിരുന്നത് പത്രോസ് ഓർത്തു. അയാൾ പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞു. നേരം വെളുത്തപ്പോൾ പ്രധാന ആചാര്യന്മാരും ജനപ്രമാണികളും നിയമജരും ചേർന്ന് ഈശോയെ വധിക്കുന്നതിനെപ്പറ്റി ആലോചന നടത്തി. ന്യായാധിപ സംഘത്തിന് മുമ്പാകെ അവിടുത്തെ ഹാജരാക്കിയ ശേഷം അവർ അവിടുത്തോട് ഇപ്രകാരം പറഞ്ഞു, നീ മിശിഹായാണെങ്കിൽ അക്കാര്യം ഞങ്ങളോട് തുറന്നു പറയുക. അവിടുന്ന് ഇങ്ങനെ മറുപടി പറഞ്ഞു, എന്റെ വാക്ക് നിങ്ങൾ വിശ്വസിക്കുകയില്ല, എന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയുകയുമില്ല. ഇന്നു മുതൽ മനുഷ്യപുത്രൻ സർവശക്തനായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കും. അവർ വീണ്ടും അവിടുത്തോട് ചോദിച്ചു, ആകയാൽ നീ ദൈവപുത്രനാണെന്ന് പറയുകയാണോ? അവിടുന്ന് ഉത്തരമരുളി, ഞാൻ ദൈവപുത്രനാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, നമുക്കിനി സാക്ഷികളെ കൊണ്ട് എന്താണ് ആവശ്യം? നാം തന്നെ നേരിട്ട് കേട്ട് കഴിഞ്ഞല്ലോ. അവർ അവിടുത്തെ ബന്ധിച്ച് ഗവർണറായിരുന്ന പന്തിയോസ് പീലാത്തോസിന്റെ മുമ്പാകെ ഹാജരാക്കി. ഈശോ വിധിക്കപ്പെട്ട വിവരമറിഞ്ഞപ്പോൾ അവിടുത്തെ ഒറ്റിക്കൊടുത്ത യൂദാസ് മനക്ലേശത്തോടെ ആ 30 വെള്ളി നാണയങ്ങളുമായി പ്രധാന ആചാര്യന്മാരുടെയും ജനപ്രമാണികളുടെയും അടുക്കൽ ചെന്ന് ഇപ്രകാരം പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി. കുറ്റമില്ലാത്ത രക്തം ഞാൻ ഒറ്റിക്കൊടുത്തു. അവർ മറുപടി പറഞ്ഞു, അതിന് ഞങ്ങൾക്കെന്ത് വേണം? നീ പോയി നിന്റെ കാര്യം നോക്കിക്കൊള്ളുക. അവൻ ആ നാണയത്തൊട്ടുകൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയി തൂങ്ങിച്ചത്തു.
പ്രധാനാചാര്യന്മാർ ആ നാണയത്തട്ടുകൾ പെറുക്കിയെടുത്തിട്ട് ഇപ്രകാരം പറഞ്ഞു: ഇത് രക്തത്തിന്റെ വിലയാകിയാൽ നേർച്ചപ്പെട്ടിയിലിടുന്നത് ശരിയല്ല. അവർ കൂടിയാലോചിച്ച ശേഷം ആ പണം കൊടുത്ത് വിദേശികളെ സംസ്കരിക്കുവാൻ ഒരു കുശവന്റെ പറമ്പ് വാങ്ങി. ആ സ്ഥലം ഇന്നും രക്തപ്പറമ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിലപ്പെട്ടവന്റെ വിലയായി ഇസ്രായേൽക്കാർ കണക്കാക്കിയ 30 വെള്ളി നാണയമെടുത്ത് കർത്താവ് എന്നോട് കൽപ്പിച്ചതുപോലെ അവർ കുശവന്റെ പറമ്പിന് കൊടുത്തു എന്നുള്ള ജെറമിയാസിന്റെ പ്രവചനം അങ്ങനെ പൂർത്തിയായി. നേരം പുലർച്ചെയായപ്പോൾ അവർ ഈശോയെ കയ്യാപ്പായുടെ ഭവനത്തിൽ നിന്ന് ഗവർണറുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടിരുന്നതിനാൽ അവരാരും കൊട്ടാരത്തിൽ പ്രവേശിച്ചില്ല. അതിനാൽ പീലാത്തോസ് പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരോട് ചോദിച്ചു: എന്തു കുറ്റമാണ് നിങ്ങൾ ഈ മനുഷ്യന്റെ മേൽ ആരോപിക്കുന്നത്? അതിന് അവർ ഇങ്ങനെ മറുപടി പറഞ്ഞു: കുറ്റക്കാരനല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ അയാളെ അങ്ങയുടെ സമക്ഷം ഹാജരാക്കുകയില്ലായിരുന്നു. പീലാത്തോസ് അവരോട് ചോദിച്ചു: അങ്ങനെയെങ്കിൽ നിങ്ങൾ തന്നെ അയാളെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമം അനുസരിച്ച് വിസ്തരിച്ചുകൊള്ളുവിൻ. ഉടനെ യൂതന്മാർ പീലാത്തോസിനോട് പറഞ്ഞു: ആർക്കും മരണശിക്ഷ നൽകുവാൻ ഞങ്ങൾക്ക് അധികാരമില്ലല്ലോ. എങ്ങനെയാണ് താൻ മരിക്കുവാൻ പോകുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ ഈശോ പറഞ്ഞ വാക്കുകൾ അങ്ങനെ നിറവേറുകയായിരുന്നു. അനന്തരം അവർ ഈശോയുടെ മേൽ ഓരോ കുറ്റങ്ങൾ ആരോപിച്ചു തുടങ്ങി. ഇയാൾ ജനങ്ങളെ വഴിതെറ്റിക്കുകയും സീസറിന് കപ്പം കൊടുക്കുകയും തടയുകയും താൻ രാജാവായ മിശിഹായാണെന്ന് പറയുകയും ചെയ്തതായി ഞങ്ങൾക്കറിയാം. അപ്പോൾ പീലാത്തോസ് അകത്തേക്ക് പോയി ഈശോയെ വിളിച്ച് ഇപ്രകാരം ചോദിച്ചു: നിങ്ങൾ യൂതന്മാരുടെ രാജാവാണോ? ഈശോ അരുളി ചെയ്തു: ഇത് അങ്ങ് സ്വയം ചോദിക്കുന്നതോ മറ്റുള്ളവർ എന്നെപ്പറ്റി പറഞ്ഞതുകൊണ്ട് ചോദിക്കുന്നുവോ? മറുപടിയായി പീലാത്തോസ് ചോദിച്ചു: ഞാൻ ഒരു യൂതനല്ലല്ലോ. നിങ്ങളുടെ ആളുകളും പ്രധാന ആചാര്യന്മാരുമല്ലേ നിങ്ങളെ എൻ്റെ മുമ്പിൽ ഹാജരാക്കിയത്. നിങ്ങൾ എന്തു കുറ്റമാണ് ചെയ്തത്? അപ്പോൾ ഈശോ അരുളി ചെയ്തു: എന്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നെങ്കിൽ ഞാൻ യൂതന്മാരുടെ കൈകളിൽ വീഴാതിരിക്കുവാൻ എൻ്റെ സേവകന്മാർ യുദ്ധം ചെയ്യുമായിരുന്നു. എൻ്റെ രാജ്യം ഇവിടെയല്ല. പീലാത്തോസ് വീണ്ടും ചോദിച്ചു: അപ്പോൾ നിങ്ങൾ ഒരു രാജാവ് തന്നെയാണെന്നോ? ഈശോ ഉത്തരമരുളി: ഞാൻ രാജാവാണെന്ന് അങ്ങ് തന്നെ പറഞ്ഞു. സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാനാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. സത്യത്തോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം എൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ പീലാത്തോസ് ചോദിച്ചു: സത്യം എന്താവുന്നു? ചോദ്യം കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം യൂതന്മാരുടെ നേരെ തിരിഞ്ഞ് പ്രധാന ആചാര്യന്മാരോടും ജനസമൂഹത്തോടും ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഈ മനുഷ്യനിൽ കുറ്റമൊന്നും കാണുന്നില്ല. അവർ വീണ്ടും ഈശോയിൽ കുറ്റം ആരോപിച്ചു തുടങ്ങി. ഇയാൾ ഗലീല മുതൽ ഇവിടെ വരെ യൂദയ രാജ്യത്തിലെങ്ങും പ്രസംഗിച്ച് ജനങ്ങളെ പ്രക്ഷോഭത്തിന് പ്രേരിപ്പിക്കുന്നു. ഗലീല എന്ന് കേട്ട ഉടനെ പീലാത്തോസ് ചോദിച്ചു: ഈ മനുഷ്യൻ ഗലീലക്കാരനാണോ? ഈശോ ഹെറോദേസിന്റെ അധികാര സീമയിൽ പെട്ടവനാണെന്ന് അറിഞ്ഞപ്പോൾ പീലാത്തോസ് അവിടുത്തെ ഹെറോദേസിന്റെ പക്കലേക്ക് അയച്ചു. അദ്ദേഹം അന്ന് ജെറുസലേമിൽ ഉണ്ടായിരുന്നു. ഈശോയെ കണ്ടപ്പോൾ ഹെറോദേസ് വളരെ സന്തോഷിച്ചു. അദ്ദേഹം ഈശോയെക്കുറിച്ച് പലതും കേട്ടിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചിരിക്കുകയുമായിരുന്നു. അവിടുന്ന് എന്തെങ്കിലും ഒരത്ഭുതം പ്രവർത്തിക്കുന്നത് കാണാമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. ഹെറോദേസ് ഈശോയോട് പലതും ചോദിച്ചു. എന്നാൽ അവിടുന്ന് ഒരു മറുപടിയും പറഞ്ഞില്ല. അവിടെയും പ്രധാന ആചാര്യന്മാരും നിയമജ്ഞരും ഈശോയ്ക്കെതിരായി ഓരോ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു. അവസാനം ഹെറോദേസും പടയാളികളും കൂടി അവിടുത്തെ നിന്ദിച്ച് പരിഹസിക്കുകയും വിലയേറിയ ഒരു വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിന്റെ പക്കലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു. ശത്രുതയിൽ കഴിഞ്ഞിരുന്ന ഹെറോദേസും പീലാത്തോസും അന്നു മുതൽ മിത്രങ്ങളായി തീർന്നു. പീലാത്തോസ് പ്രധാന ആചാര്യന്മാരെയും ജനപ്രമാണികളെയും വിളിച്ചുകൂട്ടി ഇങ്ങനെ പറഞ്ഞു: ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നു എന്ന കുറ്റം ആരോപിച്ചാണല്ലോ നിങ്ങൾ ഈ മനുഷ്യനെ എൻ്റെ മുമ്പിൽ ഹാജരാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ വിളിച്ച് തന്നെ ഞാൻ ഇയാളെ വിസ്തരിച്ചു. എന്നാൽ നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളൊന്നും ഞാൻ ഇയാളിൽ കണ്ടില്ല. ഹെറോദേസിനും ഇയാളിൽ കുറ്റമൊന്നും കാണുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇയാളെ ഇങ്ങോട്ട് തന്നെ തിരിച്ചയക്കുകയാണല്ലോ ചെയ്തത്. മരണശിക്ഷയ്ക്ക് അർഹമായ കുറ്റമൊന്നും ഈ മനുഷ്യൻ ചെയ്തിട്ടില്ല. അതിനാൽ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് ഇയാളെ ഞാൻ വിട്ടയക്കും. എല്ലാ പെസഹ തിരുനാളിലും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തടവുകാരനെ ഗവർണർ മോചിപ്പിക്കുക പതിവായിരുന്നു. അതനുസരിച്ച്
ആളെ മോചിപ്പിക്കുവാൻ ജനങ്ങൾ ആവശ്യപ്പെട്ടു തുടങ്ങി. ഒരു കലാപത്തിനിടയിൽ കൊലപാതകം നടത്തിയ കുറ്റത്തിന് പ്രക്ഷോഭകാരികളുടെ കൂടെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്ന ബറാബാസ് എന്ന കുപ്രസിദ്ധനായ ഒരു തടവുകാരുണ്ടായിരുന്നു. ജനങ്ങൾ കൂട്ടം കൂടിയപ്പോൾ പീലാത്തോസ് അവരോട് ചോദിച്ചു, പെസഹ തിരുനാളിൽ ഒരു തടവുകാരനെ മോചിപ്പിക്കുക പതിവുണ്ടല്ലോ. ഞാൻ ആരെയാണ് മോചിപ്പിക്കേണ്ടത്? ബറാബാസിനെയോ മിശിഹ എന്ന് വിളിക്കപ്പെടുന്ന ഈശോയെയോ? അവർ ഈശോയെ പിടിച്ചേൽപ്പിച്ചത് അവരുടെ അസൂയ കൊണ്ടാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പീലാത്തോസ് ന്യായാസനത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ആളയച്ച് ഇപ്രകാരം അറിയിച്ചു, ആ നീതിമാനെ ഒന്നും ചെയ്യരുത്. അദ്ദേഹത്തെ പ്രതി സ്വപ്നത്തിൽ ഞാൻ വളരെയേറെ വേദന അനുഭവിച്ചു. എന്നാൽ പ്രധാന ആചാര്യന്മാരും ജനപ്രമാണികളും ബറാബാസിനെ മോചിപ്പിക്കുന്നതിനും ഈശോയെ വധിക്കുന്നതിനും മുറവിളി കൂട്ടുവാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചിരുന്നു. പീലാത്തോസ് ജനങ്ങളോട് ഇങ്ങനെ ചോദിച്ചു, ഈ രണ്ടുപേരിൽ ആരെ മോചിപ്പിക്കുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ ഒന്നടങ്ങ് വിളിച്ചു പറഞ്ഞു, ഈശോയെ വധിക്കുക, ബറാബാസിനെ മോചിപ്പിക്കുക. ഈശോയെ മോചിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ പീലാത്തോസ് വീണ്ടും അവരോട് ചോദിച്ചു, യൂതന്മാരുടെ രാജാവെന്ന് വിളിക്കുന്ന ഈശോയെ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ എല്ലാവരും കൂടി വിളിച്ചു പറഞ്ഞു, അവനെ കുരിശിൽ തറയ്ക്കുക, അവനെ കുരിശിൽ തറയ്ക്കുക. മൂന്നാം പ്രാവശ്യവും പീലാത്തോസ് അവരോട് ചോദിച്ചു, ഈ മനുഷ്യൻ എന്ത് കുറ്റമാണ് ചെയ്തത്? വധശിക്ഷ അറിയിക്കുന്ന യാതൊരു കുറ്റവും ഞാൻ ഇയാളിൽ കാണുന്നില്ല. അവരാകട്ടെ അവിടുത്തെ കുരിശിൽ തറയ്ക്കണമെന്ന് ശാഠ്യഭാവത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ മുറിവിളിക്ക് ശക്തി കൂടി വരികയും ചെയ്തു. അവസാനം പീലാത്തോസ് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അവരുടെ ആഗ്രഹത്തിന് വഴങ്ങിക്കൊടുത്തു. കവർച്ചയും കൊലപാതകവും മൂലം കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവനെ അവരുടെ ആവശ്യപ്രകാരം അദ്ദേഹം സ്വതന്ത്രനാക്കി. ഈശോയെ അവരുടെ ഹിതത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. അനന്തരം പീലാത്തോസ് ഈശോയെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ചു. പടയാളികൾ ഈശോയെ കൊട്ടാരത്തിന്റെ അങ്കണത്തിലേക്ക് കൊണ്ടുപോയി സൈന്യ ദളങ്ങളെയെല്ലാം അവിടെ വിളിച്ചുകൂട്ടി. അനന്തരം അവിടുത്തെ വസ്ത്രങ്ങൾ മാറ്റി ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. മുള്ളുകൊണ്ട് ഒരു മുടിയുണ്ടാക്കി ശിരസിന്മേൽ വെച്ചു. വലതു കൈയിൽ ഒരു ഞാങ്ങണയും കൊടുത്ത് പിന്നീട് അവർ അവിടുത്തെ മുമ്പിൽ മുട്ടുകുത്തി. യൂതന്മാരുടെ രാജാവേ വന്ദനം എന്ന് പറഞ്ഞ് പരിഹസിച്ച് അവിടുത്തെ കരണത്ത് അടിച്ചു. അനന്തരം ഞാങ്ങണയെടുത്ത് ശിരസിലടിക്കുകയും തുപ്പുകയും ചെയ്തു. പീലാത്തോസ് വീണ്ടും പുറത്തേക്ക് ചെന്ന് അവരോട് പറഞ്ഞു, ഞാൻ അയാളിൽ കുറ്റമൊന്നും കാണുന്നില്ലെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി അയാളെ ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. മുൾക്കിരീടവും ചുവന്ന മേലങ്കിയും ധരിച്ചിരുന്ന ഈശോയെ ഉടനെ പുറത്തേക്ക് കൊണ്ടുചെന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാണ് ആ മനുഷ്യൻ. പ്രധാന ആചാര്യന്മാരും പരിചാരകരും അവിടുത്തെ കണ്ടപ്പോൾ അട്ടഹസിച്ചു പറഞ്ഞു, അവനെ കുരിശിൽ തറയ്ക്കുക, അവനെ കുരിശിൽ തറയ്ക്കുക. പീലാത്തോസ് പ്രതിവചിച്ചു, നിങ്ങൾ തന്നെ അയാളെ കൊണ്ടുപോയി കുരിശിൽ തറച്ചുകൊള്ളുവിൻ. ഞാൻ അയാളിൽ കുറ്റമൊന്നും കാണുന്നില്ല. അപ്പോൾ യൂതന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു നിയമമുണ്ട്. ആ നിയമമനുസരിച്ച് അവൻ വധശിക്ഷയ്ക്ക് അർഹനാകുന്നു. എന്തെന്നാൽ താൻ ദൈവപുത്രനാണെന്ന് അവൻ അവകാശപ്പെടുന്നു. അത് കേട്ടപ്പോൾ പീലാത്തോസ് അത്യധികം ഭയപ്പെട്ടു. അതിനാൽ വീണ്ടും അകത്ത് ചെന്ന് അദ്ദേഹം ഈശോയോട് ചോദിച്ചു, നിങ്ങൾ ആരാകുന്നു? ഈശോ അതിന് മറുപടി നൽകിയില്ല. പീലാത്തോസ് വീണ്ടും അവിടുത്തോട് ചോദിച്ചു, എന്നോട് നിങ്ങൾ മറുപടി പറയുകയില്ലേ? നിങ്ങളെ കുരിശിൽ തറയ്ക്കുവാനും വിട്ടയക്കുവാനും എനിക്ക് അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൂടെ? ഈശോ ഇപ്രകാരം മറുപടി പറഞ്ഞു, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടാതിരുന്നെങ്കിൽ അങ്ങേക്ക് എൻ്റെ മേൽ അധികാരമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ആകയാൽ എന്നെ അങ്ങേ പക്കൽ ഏൽപ്പിച്ചവനാണ് അങ്ങയേക്കാൾ വലിയ കുറ്റക്കാരൻ. തന്മൂലം പീലാത്തോസ് അവിടുത്തെ മോചിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ യൂതന്മാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, അവനെ വിട്ടയക്കുന്ന പക്ഷം അങ്ങ് സീസറിന്റെ സ്നേഹിതനല്ല. സ്വയം രാജാവാകാൻ ശ്രമിക്കുന്നവരെല്ലാം സീസറിന്റെ ശത്രുക്കളാകുന്നു. അത് കേട്ടപ്പോൾ പീലാത്തോസ് വീണ്ടും ഈശോയെ പുറത്തേക്ക് കൊണ്ടുചെന്നു. ഹീബ്രു ഭാഷയിൽ ഗബാത്ത എന്ന് പറയുന്ന കൽത്തളത്തിൽ അദ്ദേഹം ഉപവിഷ്ടനായി. അന്ന് പെസഹ വെള്ളിയാഴ്ചയായിരുന്നു. സമയം ഏകദേശം 12 മണിയായി. പീലാത്തോസ് യൂതന്മാരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ രാജാവ്. അത് കേട്ടപ്പോൾ അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അവനെ കൊണ്ടുപോവുക, അവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കുക. പീലാത്തോസ് അവരോട് ചോദിച്ചു, എന്ത്?
നിങ്ങളുടെ രാജാവിനെ ഞാൻ കുരിശിൽ തറയ്ക്കണമെന്നോ? അതിന് പ്രധാന ആചാര്യന്മാരാണ് മറുപടി പറഞ്ഞത്. സീസറല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു രാജാവില്ല. തന്റെ പരിശ്രമമെല്ലാം നിഷ്ഫലമാവുകയാണെന്നും കലഹം വർദ്ധിക്കുവാനാണ് സാധ്യതയെന്നും പീലാത്തോസിന് മനസ്സിലായി. അതിനാൽ അദ്ദേഹം വെള്ളമെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൈകൾ കഴുകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അത് കേട്ട് ജനങ്ങൾ വിളിച്ചു പറഞ്ഞു: അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്താനങ്ങളുടെ മേലും വീണുകൊള്ളട്ടെ. പീലാത്തോസ് ഉടനെ ഈശോയെ ക്രൂശിക്കുവാനായി അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവിടുത്തെ പിടിച്ച് ചുവന്ന മേലങ്കി മാറ്റി സ്വന്തം വസ്ത്രങ്ങൾ ധരിപ്പിച്ച് കുരിശ് തറയ്ക്കുവാൻ കൊണ്ടുപോയി. അവിടുന്ന് കുരിശും ചുമന്നുകൊണ്ട് കപാലം എന്ന സ്ഥലത്തേക്ക് നടന്നു. ഹീബ്രു ഭാഷയിൽ അത് ഗാഗുൽത്ത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വഴിക്ക് വെച്ച് അവർ സൈറിൻകാരനായ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. അയാളുടെ പേര് ശിമിയോൻ എന്നായിരുന്നു. അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായ ആ മനുഷ്യൻ വയലിൽ നിന്ന് വരികയായിരുന്നു. ഈശോയുടെ കുരിശ് ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിക്കുകയും അത് വഹിച്ചുകൊണ്ട് പുറകെ ചെല്ലുവാൻ അത് അയാളുടെ മേൽ വച്ചുകൊടുക്കുകയും ചെയ്തു. വലിയൊരു ജനക്കൂട്ടം ഈശോയെ അനുഗമിച്ചു. അവിടുത്തെ കുറിച്ച് കരയുകയും പ്രലപിക്കുകയും ചെയ്തിരുന്ന അനേകം സ്ത്രീകളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അവിടുന്ന് അവരുടെ നേരെ തിരിഞ്ഞ് ഇങ്ങനെ അരുളി ചെയ്തു: ജെറുസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ പ്രതി കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. വന്ധ്യകൾക്കും ഗർഭം ധരിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത പയോധരങ്ങൾക്കും ഭാഗ്യമെന്ന് മനുഷ്യർ പറയുന്ന കാലം വരുന്നു. അന്ന് അവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുവിനെന്നും മലകളോട് ഞങ്ങളെ മൂടുവിനെന്നും പറഞ്ഞു തുടങ്ങും. പച്ചമരത്തോട് ഇതാണ് ചെയ്യുന്നതെങ്കിൽ ഉണക്കമരത്തിന് എന്താണ് സംഭവിക്കുക? വധിക്കപ്പെടാനുള്ള 2 കുറ്റവാളികളെയും ഈശോയുടെ കൂടെ അവർ കൊണ്ടുപോയിരുന്നു. ഗാഗുൽത്തായിൽ എത്തിയപ്പോൾ മീറ കലർത്തിയ വീഞ്ഞ് അവിടത്തേക്ക് കുടിക്കാൻ കൊടുത്തു. അവിടുന്ന് അത് രുചിച്ചു നോക്കി, എങ്കിലും കുടിച്ചില്ല. അനന്തരം അവർ ഈശോയെ കുരിശിൽ തറച്ചു. വലത്തും ഇടത്തുമായി 2 കള്ളന്മാരെയും കുരിശിൽ തറച്ചു. ദുഷ്ടന്മാരുടെ കൂടെ അവിടുന്ന് എണ്ണപ്പെട്ടു എന്ന തിരുവെഴുത്ത് അങ്ങനെ നിറവേറുകയും ചെയ്തു. ഞാനൊരു മനുഷ്യനല്ല, കൃമിയാകുന്നു. മനുഷ്യരുടെ നിന്ദാപാത്രവും ജനങ്ങളുടെ പരിഹാസ വിഷയവുമാകുന്നു. കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു, വികൃതമായ ആംഗ്യങ്ങളാൽ നിന്ദിക്കുന്നു. അവൻ കർത്താവിനെ ആശ്രയിച്ചല്ലോ, അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ. അവിടുന്ന് അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനെ സ്വതന്ത്രനാക്കട്ടെ. എന്റെ ജനനം മുതൽ തന്നെ അങ്ങന്റെ ദൈവവും അഭയവുമാകുന്നു. അങ്ങേക്ക് ഞാൻ സ്വയം സമർപ്പിച്ചിരിക്കുന്നു. ഞാൻ ദുഃഖിതനായിരിക്കയാൽ എന്നിൽ നിന്ന് അകന്നു പോകരുതേ, എന്നെ സഹായിക്കാൻ ആരുമില്ല. ബൈസാനിലെ മൃഗങ്ങൾ എന്നെ വളഞ്ഞു, അലറുന്ന സിംഹത്തെ പോലെ അവ എന്നെ വിഴുങ്ങാൻ വരുന്നു. വെള്ളം പോലെ ഞാൻ ഒഴുകിപ്പോയി, എന്റെ സന്ധികൾ വേർപെട്ടിരിക്കുന്നു. എന്റെ ഹൃദയം മെഴുകിന് തുല്യമായി, ഉള്ളിലെ അവയവങ്ങൾ ഉരുകിത്തുടങ്ങി. ഇഷ്ടിക പോലെ എന്റെ തൊണ്ട വരണ്ടു, നാവ് തൊണ്ടയോട് ഒട്ടിച്ചേർന്നു. അങ്ങനെ മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നു. നായ്ക്കൾ എന്നെ ചുറ്റി വളഞ്ഞു, ദുഷ്ടന്മാർ എന്നെ വലയം ചെയ്തു. എന്റെ കൈകളും കാലുകളും അവർ തുളച്ചു, എന്റെ അസ്ഥികളെല്ലാം അവരെണ്ണി, അവർ എന്നെ ഉറ്റുനോക്കി. അവർ എന്റെ വസ്ത്രം പങ്കിട്ടെടുത്തു, മേലങ്കിക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു. 3 മണിക്കാണ് അവർ ഈശോയെ കുരിശിൽ തറച്ചത്. കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തു: പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ തങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല. ഈശോയുടെ പേരിലുണ്ടായ ആരോപണം പീലാത്തോസ് ഒരു പലകമേൽ എഴുതി കൊടുത്ത് അവിടുത്തെ കുരിശന്മേൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ആ എഴുത്ത് ഇങ്ങനെയായിരുന്നു: യൂദന്മാരുടെ രാജാവായ നസ്രായൻ ഈശോ. അവിടുത്തെ കുരിശിൽ തറച്ച സ്ഥലം പട്ടണത്തിന് സമീപമായിരുന്നതിനാൽ യൂദന്മാരിൽ പലരും അത് വായിച്ചു. ഹീബ്രു, ലത്തീൻ, ഗ്രീക്ക് എന്നീ 3 ഭാഷകളിലും അത് എഴുതപ്പെട്ടിരുന്നു. അതിനാൽ പ്രധാന ആചാര്യന്മാർ ചെന്ന് പീലാത്തോസിനോട് പറഞ്ഞു: യൂദന്മാരുടെ രാജാവ് എന്നല്ല
താൻ യൂതന്മാരുടെ രാജാവാണെന്ന് അവൻ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത്. പീലാത്തോസ് മറുപടി പറഞ്ഞു, ഞാൻ എഴുതിയത് തന്നെ. ഈശോയെ കുരിശിൽ തറച്ച ശേഷം പടയാളികൾ അവിടുത്തെ വസ്ത്രങ്ങൾ 4 പങ്കിട്ടെടുത്തു. അവിടുത്തെ മേലങ്കികൾ മുകൾ മുതൽ അടിവരെ നെയ്യപ്പെട്ടതായിരുന്നതിനാൽ അവർ പറഞ്ഞു, അത് കീറണ്ട, അത് ആർക്കുള്ളതായിരിക്കണമെന്ന് നമുക്ക് ചിട്ടിയിട്ട് നിശ്ചയിക്കാം. എന്റെ വസ്ത്രങ്ങൾ അവർ പങ്കിട്ടെടുത്തു, എന്റെ മേലങ്കിക്കായി അവർ നറുക്കിട്ടു എന്നുള്ള തിരുവെഴുത്ത് നിറവേറണമല്ലോ. അതുകൊണ്ടാണ് പടയാളികൾ ഇങ്ങനെയെല്ലാം ചെയ്യാൻ ഇടയായത്. പടയാളികൾ ഈശോയുടെ പക്കൽ കാവലിരുന്നു. സംഭവിച്ചതെല്ലാം നോക്കിക്കണ്ട് ജനങ്ങൾ അവിടെ തന്നെ നിന്നു. വഴിയെ കടന്നുപോയിരുന്നവർ പുച്ഛഭാവത്തിൽ തലകുലുക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, നീ ദേവാലയം നശിപ്പിച്ചിട്ട് 3 ദിവസം കൊണ്ട് വീണ്ടും അത് പണിയുന്നവനല്ലയോ? നീ നിന്നെ തന്നെ രക്ഷിക്കുക. അപ്രകാരം തന്നെ പ്രധാനാചാര്യന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും പരിഹാസഭാവത്തിൽ പരസ്പരം ഇങ്ങനെ പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ തന്നെ രക്ഷിക്കുവാൻ ഇവന് കഴിയുന്നില്ലല്ലോ. ഇസ്രായേൽ രാജാവായ മിശിഹ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, അതുകൊണ്ട് നമുക്കും അവനിൽ വിശ്വസിക്കാം. ഇവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മിശിഹായാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. ഇവൻ ദൈവത്തെ ആശ്രയിച്ചിരുന്നല്ലോ. അവിടുന്ന് ഇവനിൽ സംപ്രീതനാണെങ്കിൽ ഇപ്പോൾ ഇവനെ രക്ഷിക്കട്ടെ. താൻ ദൈവപുത്രനാണെന്നല്ലേ ഇവൻ പറഞ്ഞിരുന്നത്. പടയാളികളും ഈശോയെ പരിഹസിച്ചിരുന്നു. ചുരുക്ക കൊടുക്കാൻ അടുത്ത് ചെന്നപ്പോൾ അവർ ഇപ്രകാരം പറഞ്ഞു, നീ യൂതന്മാരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. ഈശോയുടെ കൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന കള്ളന്മാർ പോലും അവിടുത്തെ നിന്ദിക്കുകയാണ് ചെയ്തത്. അവരിലൊരുവൻ പുച്ഛഭാവത്തിൽ അവിടുത്തോട് ഇങ്ങനെ പറഞ്ഞു, നീ മിശിഹായാണെങ്കിൽ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അത് കേട്ട് മറ്റവൻ ശകാരിച്ചു, നിനക്ക് ദൈവത്തെ പോലും ഭയമില്ലയോ? നിനക്കും ആ മനുഷ്യന് ഒരേ ശിക്ഷയല്ലേ ലഭിച്ചിരിക്കുന്നത്? നമ്മുടെ കാര്യം പറഞ്ഞാൽ നാം അതിനർഹരാണ്, എന്നാൽ അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അനന്തരം അവൻ അവിടുത്തോട് ഇങ്ങനെ അപേക്ഷിച്ചു, ഈശോയെ, അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. അവിടുന്ന് അവനോട് അരുളി ചെയ്തു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കുമെന്ന് നിന്നോട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈശോയുടെ കുരിശിനടുത്ത് അവിടുത്തെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോഫാസിന്റെ ഭാര്യയായ മറിയവും മഗ്ദലന മറിയവും നിന്നിരുന്നു. അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും സമീപത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഈശോ അമ്മയോട് അരുളി ചെയ്തു, സ്ത്രീ, ഇതാ നിങ്ങളുടെ പുത്രൻ. അനന്തരം അവിടുന്ന് ആ ശിഷ്യനോട് അരുളി ചെയ്തു, ഇതാ നിന്റെ അമ്മ. ഉടൻ തന്നെ ആ ശിഷ്യൻ അവരെ സ്വീകരിച്ചു. സമയം 6 മണിയായി. പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടുപോയി. 9 മണിവരെ നാട് മുഴുവൻ അന്ധകാരമായിരുന്നു. ഏകദേശം 9 മണിയായപ്പോൾ ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, ഏൽ ഏൽ ലമാ സബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ടാണ് അങ്ങനെ ഉപേക്ഷിച്ചത്? അടുത്തു നിന്നവർ അത് കേട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതാ അവൻ ഏലിയായെ വിളിക്കുന്നു. അനന്തരം സമസ്തവും നിറവേറി കഴിഞ്ഞുവെന്ന് ഗ്രഹിച്ച് വിശുദ്ധ ലിഖിതത്തിന്റെ പൂർത്തീകരണത്തിനായി ഈശോ ഇപ്രകാരം അരുളി ചെയ്തു, എനിക്ക് ദാഹിക്കുന്നു. ചുരുക്ക നിറച്ച ഒരു പാത്രം അവിടെ ഉണ്ടായിരുന്നു. ഉടനെ ഒരാൾ ഓടിച്ചെന്ന് നീർപ്പഞ്ഞിയെടുത്ത് ചുരുക്കായിൽ മുക്കി ഒരു ഞാങ്ങണമേൽ വെച്ച് കെട്ടി അവിടുത്തെ അധരത്തോട് അടുപ്പിച്ചു. അത് കണ്ട് മറ്റുള്ളവർ പറഞ്ഞു, നിൽക്കൂ, ഏലിയ അവനെ രക്ഷിക്കാൻ വരുമോ എന്ന് കാണട്ടെ. ഈശോ ചുരുക്ക രുചിച്ച ശേഷം ഇങ്ങനെ അരുളി ചെയ്തു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവിടുന്ന് വീണ്ടും ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അനന്തരം അവിടുന്ന് തല ചായച്ച് ആത്മാവിനെ സമർപ്പിക്കുകയും ചെയ്തു. കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. കുരിശിനാലേ ലോകമൊന്നായി
താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോയ്ക്ക് ഏറ്റവും പ്രിയമുള്ള വൈദികരെ, മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഇന്ന് ദുഃഖവെള്ളിയാഴ്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ദിനമാണ്. ഈ ദിനത്തെ ഓർത്ത്, ഈ ദിനമാണ് നമുക്ക് രക്ഷ നേടിത്തന്നത് എന്നതിനെ ഓർത്ത്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ കർത്താവ് നൽകിയ വില എത്ര വലുതായിരുന്നുവെന്ന്, അതിനുവേണ്ടി അവിടുന്ന് അനുഭവിച്ച സഹനങ്ങൾ എത്ര കഠോരമായിരുന്നു എന്ന് നാം തിരിച്ചറിയുകയും ധ്യാനിക്കുകയും അതേപ്രതി ഈശോയ്ക്ക് നന്ദി പറയുകയും ചെയ്യേണ്ട ദിനമാണ് ദുഃഖവെള്ളിയാഴ്ച. ആണ്ടുവട്ടത്തിലെ ഏറ്റവും പുണ്യപ്പെട്ട ദിനം ദുഃഖവെള്ളിയാഴ്ചയാണ്. കാരണം ഈ ദിനമാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചതും നമ്മുടെ രക്ഷ സാധിച്ചതും എല്ലാ കൂദാശകളും നമുക്ക് വേണ്ടി സ്ഥാപിച്ച് അർത്ഥപൂർണമാക്കിയതും എന്ന സത്യം നമുക്ക് തിരിച്ചറിയാം. പ്രിയമുള്ളവരെ, ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ സന്ദേശം വിശദമായി നിങ്ങൾ പലവട്ടം ധ്യാനിച്ചിട്ടുണ്ട് എന്നുള്ളതിനാലും സമയം പരിമിതമായതിനാലും ഞാൻ ദുഃഖവെള്ളിയുടെ 5 പുണ്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കും. കുരിശിൽ ഈശോ മരിച്ചതിലൂടെ നമുക്ക് ഈശോ തന്ന 5 വലിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് അല്പസമയം നമുക്ക് ധ്യാനിക്കാം. ഒന്നാമത്തെ അനുഗ്രഹം, കുരിശിൽ നിന്ന് ഈശോ നൽകുന്നത് അവിടുത്തെ പരിശുദ്ധാത്മാവിനെയാണ്. നമുക്കറിയാം, ഈശോ മരിക്കുന്ന സമയത്ത് തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, അനന്തരം അവൻ തല ചായ്ച്ച് തൻ്റെ ആത്മാവിനെ നൽകി എന്ന്. കുരിശിൻ ചുവട്ടിൽ നിന്ന് പരിശുദ്ധ കന്യകാമാതാവിനും വിശുദ്ധ യോഹന്നാനും ഈശോയെ സ്നേഹിച്ചിരുന്ന സ്ത്രീകൾക്കും ഈശോ പരിശുദ്ധാത്മാവിനെ നൽകുന്നു. ഈശോയുടെ കുരിശ് മരണത്തിലൂടെ നമുക്ക് കൈവന്ന ആദ്യത്തെ ഭാഗ്യം എന്ന് പറയുന്നത് ദൈവാരൂപിയായ പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിക്ക് നൽകപ്പെട്ടു എന്നുള്ളതാണ്. ആ ഒരു വലിയ ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മെ ക്രൈസ്തവരാക്കുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ് എങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിക്ക് ദൈവം പ്രദാനം ചെയ്യുന്നത് ഈശോയുടെ മരണത്തിലൂടെയാണ് എന്ന സത്യം നമുക്ക് ധ്യാനിക്കാം. അതുകൊണ്ട് കുരിശുമരണം നമുക്ക് തരുന്ന ഒന്നാമത്തെ ഭാഗ്യം അവിടുത്തെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. രണ്ടാമതായി ഈശോ നമുക്ക് തരുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് തൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ തന്നെ നമുക്ക് നൽകുന്നു എന്നുള്ളത്. കുരിശിൻ ചുവട്ടിൽ നിന്ന് യോഹന്നാനെ കാണുമ്പോൾ യോഹന്നാൻ ശിഷ്യഗണത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബാലനായിരുന്നു എന്ന് നമുക്ക് അറിവുള്ളതാണ്. ഈ യോഹന്നാനെ ചൂണ്ടിയാണ് ഈശോ പറയുക, യോഹന്നാനെ, ഈ നിൽക്കുന്ന എൻ്റെ അമ്മ ഇനിമേൽ നിന്റെ അമ്മയാണ്. തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അമ്മയായി ഈശോ
തൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ നൽകുന്നു എന്നുള്ളത് ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ പുണ്യമാണ്. പരിശുദ്ധ അമ്മയ്ക്ക് പ്രാധാന്യമില്ല, മഹത്വമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർ ദുഃഖവെള്ളിയുടെ ഈ രഹസ്യം ധ്യാനിച്ച് തങ്ങളുടെ ചിന്തകൾ തിരുത്തേണ്ടതാണ്. കാരണം പരിശുദ്ധ അമ്മ കുരിശിൽ നിന്ന് ഈശോ നമുക്ക് നൽകിയ രണ്ടാമത്തെ വലിയ അനുഗ്രഹമാണ് എന്ന സത്യം ഓർക്കുക. മൂന്നാമത്തെ ഭാഗ്യം എന്ന് പറയുന്നത് പരിശുദ്ധ സഭയാണ്. ഈശോ കുരിശിൽ മരിച്ച് തൻ്റെ ആത്മാവിനെ ഈ ഭൂമിക്ക് നൽകിയപ്പോൾ ഈശോയെ സ്നേഹിച്ചിരുന്ന ഈശോയുടെ അമ്മയും യോഹന്നാനും കുരിശിൻ ചുവട്ടിലുണ്ടായിരുന്നു. അവർ ആത്മാവിനെ സ്വീകരിച്ച് ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹമായി രൂപപ്പെട്ടപ്പോൾ തിരുസഭ ഈ ഭൂമിയിൽ രൂപം കൊണ്ടു എന്ന് നാം വിശ്വസിക്കുന്നു. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവമൊരുക്കിയ രക്ഷയുടെ കോട്ടയാണ് പരിശുദ്ധ സഭ എന്ന് നമുക്കറിയണം. പ്രിയപ്പെട്ടവരെ, ഈ സഭയുടെ പ്രാധാന്യം എന്ത് എന്ന് ചോദിച്ചാൽ, കുരിശിൽ പിശാച് ഈശോയോട് പരാജയപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അതായത് പിശാച് വിചാരിച്ചു കുറെ പീഡിപ്പിച്ചു കഴിയുമ്പോൾ ഈശോ തൻ്റെ വേദനകളുടെ പാരമ്യത്തിൽ കുരിശുപേക്ഷിച്ചുകൊണ്ട്, പിതാവിൻ്റെ പദ്ധതി ഉപേക്ഷിച്ചുകൊണ്ട് സഹനത്തെ വയ്യ എന്ന് പറഞ്ഞിറങ്ങിപ്പോകുമെന്നാണ് സാത്താൻ നിരൂപിച്ചത്. പക്ഷേ അവനെ നിരാശപ്പെടുത്തിക്കൊണ്ട് സഹനത്തിൻ്റെ കാസ അവസാനത്തെ മട്ടുവരെയും അവൻ കുടിച്ചു തീർത്തു കഴിഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പിശാചിൻ്റെ മേൽ ഈശോ വിജയം വരിക്കുകയാണ്. സഹിക്കാനുള്ള സന്നദ്ധത ആരെല്ലാം പ്രകടമാക്കുന്നുവോ അവരെല്ലാവരും പിശാചിനെ പരാജയപ്പെടുത്തുന്നവരാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ തിരുഹിതമുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഓരോ വ്യക്തിയും തങ്ങളുടെ ജീവിതത്തിൽ പിശാചിനെ പരാജയപ്പെടുത്തുന്ന വ്യക്തികളാണ് എന്ന് നാം തിരിച്ചറിയണം. പക്ഷേ ഈശോയ്ക്കറിയാം, തന്നോട് പരാജയപ്പെട്ട പിശാച് തന്നിൽ വിശ്വസിക്കുന്ന മക്കളെ തകർക്കാൻ, നശിപ്പിക്കാൻ, അവർക്ക് ചുറ്റും അലറുന്ന സിംഹത്തെ പോലെ പാഞ്ഞു നടക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഈശോ തൻ്റെ തിരുരക്തവും തിരുശരീരവും കൊണ്ട് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് സംരക്ഷണമേകുന്ന ഒരു സുരക്ഷിതമായ കോട്ട തീർത്തു. ആ കോട്ടയാണ് ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭ എന്ന് നാം വിശ്വസിക്കണം. പ്രിയമുള്ളവരെ, ഈ സഭയോട് നാം ചേർന്ന് നിൽക്കുന്ന കാലത്തോളം കുരിശിലെ ബലിയിലൂടെ ഈശോ മിശിഹ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാനുള്ള ഭാഗ്യം നമുക്ക് കൈവരികയാണ്. ആരാണോ സഭയെ അധിക്ഷേപിച്ച് സഭയിൽ നിന്നകന്ന് കൂദാശകളെ വേണ്ട എന്ന് പറഞ്ഞ് പിൻവാങ്ങുന്നത്, സഭയ്ക്ക് വെളിയിലേക്ക് പോകുന്നത്, അവർ സാത്താൻ്റെ കെണിയിൽ പെടുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഈശോ തരുന്ന ഈ മൂന്നാമത്തെ വലിയ ഭാഗ്യം, അത് രക്ഷയുടെ ഭാഗ്യമാണ്. കുരിശിലെ ബലിയുടെ വരപ്രസാദങ്ങൾ നിരന്തരം നിതാന്തം നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണമെങ്കിൽ നാം സഭയോട് ചേർന്ന് നിൽക്കണം. പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യോഹന്നാനോടും ആ ഭക്തസ്ത്രീകളോടും ചേർന്ന് നിൽക്കുമ്പോൾ തിരുസഭയോടാണ് നാം ചേർന്ന് നിൽക്കുക. സഭയോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മരിച്ച ഈശോയുടെ കുരിശിനോട് ചേർന്ന് നിൽക്കുക എന്ന് തന്നെയാണ് അർത്ഥമെന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാലാമത്തെ വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഈശോയുടെ തിരുഹൃദയം നമുക്കായി അവിടുന്ന് തുറന്നു തരുന്നു എന്നുള്ളതാണ്. തിരുഹൃദയത്തോടുള്ള ഈ ഭക്തി അല്ലെങ്കിൽ തിരുഹൃദയം എന്ന ഭാഗ്യം രണ്ട് സത്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തിരുഹൃദയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവസാനത്തെ തുള്ളി രക്തവും അപരന് വേണ്ടി ചിന്തി സമ്പൂർണമായും ഈശോയുടെ ഹൃദയം ശൂന്യമായപ്പോഴാണ് ആ ഹൃദയത്തെ തിരുഹൃദയം എന്ന് വിളിക്കുക. ഈ തിരുഹൃദയത്തിൽ നിന്ന്
പടയാളി കുന്തം കൊണ്ട് കുത്തി താഴേക്ക് വീഴ്ത്തിയ രക്തത്തിൻ്റെ തുള്ളി ആ പടയാളിയുടെ കണ്ണിൽ വീണപ്പോൾ അവൻ സൗഖ്യമുള്ളവനായി എന്ന് സഭയുടെ പാരമ്പര്യം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ലുങ്കീനോസ് എന്ന പേരിൽ പിന്നീട് വിശുദ്ധനായി തീർന്ന ഒരു പടയാളിയുടെ ചരിത്രം സഭയുടെ പാരമ്പര്യത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയം നൽകുന്ന ദിവ്യമായ ഒന്നാമത്തെ പാഠം അതാണ്. അവരനോട് നിരുപാധികം ക്ഷമിക്കുക. നമ്മെ പീഡിപ്പിക്കുന്നവരെയും നശിപ്പിക്കുന്നവരെയും തകർക്കാൻ ആഗ്രഹിക്കുന്നവരെയും അതിനായി കരുനീക്കുന്നവരോടും നിരുപാധികം ക്ഷമിക്കാനുള്ള മനസ്സ് ആർക്കെല്ലാം സ്വന്തമാകുന്നുവോ അവരെല്ലാവരും ഈശോയുടെ തിരുഹൃദയം സ്വന്തമാക്കിയവരാണ് എന്ന് തിരിച്ചറിയുക. ആ തിരുഹൃദയം പിളർക്കപ്പെട്ട ആ ഹൃദയത്തിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി എന്ന് സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമുക്കറിയാം. രക്തവും വെള്ളവും ഒഴുകി എന്ന് പറഞ്ഞാൽ അത് മാമോദീസായെയും പരിശുദ്ധ കുർബാനയെയുമാണ് സൂചിപ്പിക്കുക. ഈശോയുടെ തിരുഹൃദയം നമ്മെ വിശുദ്ധ കൂദാശകളിൽ വിശ്വസിക്കാനും അവയെ അർത്ഥപൂർണമായി സ്വീകരിക്കാനും അവയുടെ വരപ്രസാദം സ്വന്തമാക്കാനും ക്ഷണിക്കുന്ന സത്യമാണ് എന്ന് തിരിച്ചറിയുക. ഈ നാലാമത്തെ വലിയ ഭാഗ്യം ക്ഷമിക്കാനും കൗദാശിക ജീവിതം നയിക്കാനും നമ്മെ പഠിപ്പിക്കുന്ന ഈശോയുടെ തിരുഹൃദയമാകുന്ന ഭാഗ്യത്തെ സ്വന്തമാക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. അവസാനത്തെ ഭാഗ്യം, അഞ്ചാമത്തെ ഭാഗ്യം, കുരിശിൽ നിന്ന് ഈശോ നമുക്ക് തരുന്നത് നിത്യജീവനായ പറുദീസയാണ് എന്ന് നമുക്കറിയാം. ഈശോ നല്ല കള്ളനോട് പറയുന്നുണ്ട്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. നല്ല കള്ളൻ ആ ഭാഗ്യം കിട്ടിയത് എങ്ങനെയെന്ന് നമുക്കറിയാം. തൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾക്കൊക്കെയും ദൈവീകമായ അർത്ഥമുണ്ട് എന്ന് ആ മനുഷ്യൻ തിരിച്ചറിയുക മാത്രമല്ല, തൻ്റെ സഹനത്തിൽ താൻ ഏകനല്ല, മറിച്ച് തന്നോടൊത്ത് തൻ്റെ രക്ഷകനും നാഥനുമായ ഈശോ സഹിക്കുന്നുണ്ട് എന്ന ബോധ്യം കിട്ടിയപ്പോൾ ആ സഹനം അവന് പറുദീസ നൽകുന്ന അനുഭവമായി മാറുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാം. പ്രിയപ്പെട്ടവരെ, സഹനത്തെ സഹനീയമാക്കുന്നത്, സഹനത്തെ സ്വീകാര്യമാക്കുന്നത്, സഹനത്തെ രക്ഷാകരമാക്കുന്നത് എന്ത് എന്ന് ഈ നല്ല കള്ളൻ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. എൻ്റെ സഹനങ്ങളിൽ ഞാൻ ഏകനല്ല. ഞാൻ അനുഭവിക്കുന്ന സഹനങ്ങൾ അതേ തീവ്രതയിൽ, അതേ വേദനയിൽ, അതേ തീഷ്ണതയിൽ അനുഭവിച്ചുകൊണ്ട് എൻ്റെ കർത്താവ് എന്നോടൊത്ത് സഹിക്കുന്നുണ്ട്. എൻ്റെ കുരിശിൽ ഞാൻ ഏകനല്ല. എൻ്റെ കുരിശിൻ്റെ ചാരെ, എൻ്റെ കയ്യെത്തുന്ന കണ്ണെത്തുന്ന ദൂരത്ത് എൻ്റെ രക്ഷകൻ സഹിച്ചുകൊണ്ട് ഒപ്പം നിന്ന് എന്നെ ശക്തിപ്പെടുത്തുന്നുണ്ട്, രക്ഷിക്കുന്നുണ്ട് എന്ന അവബോധം ഈ നല്ല കള്ളൻ നേടിയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ആ രക്ഷയുടെ അനുഭവം സൗഭാഗ്യമായി തീർന്നു, നിത്യജീവന് നിദാനമായി തീർന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈശോ നമുക്ക് തരുന്ന അഞ്ചാമത്തെ വലിയ ഭാഗ്യം പറുദീസ അനുഭവമാണ്, നിത്യജീവന്റെ അനുഭവമാണ് എന്ന സത്യം മനസ്സിൽ ധ്യാനിക്കാം. കുരിശിൽ നിന്ന് ക്രൂശിതനായ ഈശോ മിശിഹ ലോകത്തിന് മുഴുവനുമായി നൽകുന്ന ഈ 5 ഭാഗ്യങ്ങൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തിജീവിതത്തിൻ്റെ ഭാഗ്യങ്ങളാകാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ ഭാഗ്യം നാം ധ്യാനിക്കുകയുണ്ടായി. പരിശുദ്ധാത്മാവിനെ തന്ന് ഈശോ നമ്മെ അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മയെ തന്ന് ഈശോ നമ്മെ അനുഗ്രഹിച്ചു. മൂന്നാമതായി പരിശുദ്ധ സഭയെ സ്ഥാപിച്ച് ഈശോ നമുക്ക് സംരക്ഷണത്തിൻ്റെ കോട്ടയൊരുക്കി. നാലാമതായി അവിടുത്തെ തിരുഹൃദയത്തെ നമുക്കായി തുറന്നുകൊണ്ട് ക്ഷമിക്കാനും കൗദാശിക ജീവിതത്തിൽ നിന്ന് ശക്തി ആർജിക്കാനും ഈശോ നമുക്ക് ഭാഗ്യം തന്നു. അവസാനമായി നിത്യജീവന്റെ പറുദീസ അവിടുന്ന് നമുക്കായി തുറന്നു തന്നു. ഈ 5 ഭാഗ്യങ്ങളും നമ്മ ഓരോരുത്തരുടെയും ഭാഗ്യങ്ങളാകാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈ 5 ഭാഗ്യങ്ങൾ സ്വന്തമാകുമ്പോൾ എല്ലാ ദുഃഖങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും നമ്മെയും ലോകത്തെ മുഴുവനും വിട്ടുപോകും എന്ന് നമുക്ക് തിരിച്ചറിയാം. ക്രൂശിതനായ ഈശോ
കൈകൾ ഉയർത്തി ആശീർവദിക്കാൻ അവിടുത്തേക്ക് കഴിയാതിരുന്നതിനാൽ അവിടുന്ന് ഹൃദയം തുറന്ന് ലോകത്തെ ആശീർവദിച്ച ദിനമാണ് ദുഃഖവെള്ളി. ഹൃദയം തുറന്ന് ഈശോ ആശീർവദിക്കുന്ന ഈ പുണ്യദിനം ലോകത്തിൻ്റെ രക്ഷയുടെ ദിനമാകട്ടെ. എല്ലാ മഹാമാരികളും വിട്ടൊഴിയുന്ന പുണ്യത്തിൻ്റെ പ്രത്യാശയുടെ നാളാകട്ടെ എന്ന് നമുക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി അനുതാപത്തോടും ശ്രദ്ധയോടും കൂടി ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് അപേക്ഷിക്കാം. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്റെ മുറിവുകളാൽ ഞങ്ങളുടെ മുറിവുകൾ സുഖമാക്കുകയും തന്റെ മരണത്താൽ മരണത്തിന്മേൽ വിജയം വരിക്കുകയും ചെയ്ത ജീവിക്കുന്നവനായ മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. കുരിശു മരണത്താൽ സ്വർഗവാസികളെ സമാശ്വസിപ്പിക്കുകയും തന്നെ ക്രൂശിച്ചവരെ പോലും നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. മരണത്താൽ വിശുദ്ധരുടെ കല്ലറകൾ തുറക്കുകയും അവർക്ക് പുനർജീവൻ നൽകുകയും അതുവഴി തന്നെ ക്രൂശിച്ചവരെ ലജ്ജിതരാക്കുകയും ചെയ്ത മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. ഗാഗുൽത്താമലയിലെ തന്റെ സമർപ്പണം വഴി ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം ചെയ്ത മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. കുരിശിലെ സഹനവേളയിൽ മനുഷ്യവംശത്തിന് രക്ഷിക്കുന്ന നവീകരണത്തിനുമായി കൈപ്പിന്നീര് രുചിച്ച മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ രക്ഷകനായ ഈശോ മിശിഹായുടെ സഹന ജീവിതത്തോട് യോജിച്ചുകൊണ്ട് ക്ലേശങ്ങളും പീഡകളും സന്തോഷത്തോടെ സഹിക്കുന്നതിനും അങ്ങയുടെ ബലിജീവിതം തുടരുന്നതിനും ഞങ്ങളെ ശക്തരാക്കണമേ. യഥാർത്ഥമായ പ്രാർത്ഥനാ ചൈതന്യവും സഹോദര സ്നേഹവും ആത്മപരിത്യാഗവും പുലർത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതം മുഴുവനും ഫലദായകമാക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. തുടർന്ന് ദിവ്യകാരുണ്യ സ്വീകരണ കർമ്മത്തിലേക്കാണ് നാം പ്രവേശിക്കുക. വിശുദ്ധ കുർബാനയിലെ അനുതാപ ശുശ്രൂഷയുടെ കർമ്മമാണ് തുടർന്ന് അനുഷ്ഠിക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമ്മുടെ രക്ഷകന്റെ മൂലമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിത്തരങ്ങളുടെ സമീപിക്കാം. അനുതാപതലമാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. നിരന്തരം കലഹങ്ങളും ഇടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനം കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിലെപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങേ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിലും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാവുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. ദൈവസൂനോ ലോകനാഥ, കുരിശിനാൽ മർത്യനെ വീണ്ടെടുത്തു നീ. നവ്യരാജ്യം ചേർന്നിടുമ്പോൾ കനിവിയെന്നു ഞങ്ങളെയും ഓർത്തിടേണമേ. ദൈവസൂനോ ലോകനാഥ, കുരിശിനാൽ മർത്യനെ വീണ്ടെടുത്തു നീ. നവ്യരാജ്യം ചേർന്നിടുമ്പോൾ കനിവിയെന്നു ഞങ്ങളെയും ഓർത്തിടേണമേ. നിൻ പ്രീതി മാത്രം ലക്ഷ്യമാക്കി നിൻ ദിവ്യമാർഗം പിന്തുടർന്നിടാൻ. നിൻ പ്രീതി മാത്രം ലക്ഷ്യമാക്കി നിൻ ദിവ്യമാർഗം പിന്തുടർന്നിടാൻ. ആശയോടെ മോദമോടെ ഞങ്ങൾ നിൻ വരങ്ങൾ തേടി വന്നിടുന്നു. ആശയോടെ മോദമോടെ ഞങ്ങൾ നിൻ വരങ്ങൾ തേടി വന്നിടുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അത് സാപത്തിനുള്ള ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു. ആ സാപത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാപത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കുവാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവന്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ സാക്ഷ്യം സത്യമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. യഹൂദരോടുള്ള ഭയം നിമിത്തം യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്യാക്കാരൻ ജോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. അവൻ വന്ന് ശരീരം എടുത്തു മാറ്റി യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദേമോസും അവിടെ എത്തി. മീറയും ജന്യനായകവും ചേർന്ന ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ പൊതിഞ്ഞു. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്തൊരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിൻ്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിന്റെ സമാധാനം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും സ്ഥാപിക്കണമേ. നിന്റെ കുരിശു വഴി തിരുസഭയെ ശക്തിപ്പെടുത്തുകയും അവരുടെ സന്താനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ സഭയിൽ നിനക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. പിതാവിന്റെ മഹത്വത്തിന്റെ പ്രകാശവും അനാദിയിൽ ജനിച്ചവനും സൃഷ്ടികൾക്കും സമയത്തിനും അതീതനും സമയത്തിന്റെ പൂർണ്ണതയിൽ മനുഷ്യനായി അവതരിച്ചവനും യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചുകൊണ്ട് തന്റെ പരസ്യജീവിതം ആരംഭിച്ചവനും അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി തന്റെ ദൈവത്വം തെളിയിച്ചവനും വിജയശ്രീലാളിതനായ ജെറുസലേം പട്ടണത്തിൽ പ്രവേശിച്ചവനും പീഡകൾ സഹിച്ച് ഇതേ ദിവസം കുരിശിൽ അർപ്പിച്ചവനും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഉയർപ്പിലുള്ള പ്രത്യാശ ഞങ്ങൾക്ക് പ്രദാനം ചെയ്തവനുമായ മിശിഹാ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിച്ചാരാധിക്കുന്നു. സകലത്തിന്റെയും നാഥനും എല്ലാറ്റിന്റെയും പരിപാലകനുമായ നിന്നെ ഞങ്ങൾ പ്രത്യാശിക്കുകയും ശരണപ്പെടുകയും ചെയ്യുന്നു. അനുതാപത്തോടെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന പാപികളും ബലഹീനരുമായ ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ക്ഷമിച്ച് നല്ല കള്ളനോടൊപ്പം നിന്റെ രാജ്യത്തിൽ ഞങ്ങളെയും അർഹരാക്കണമേ. നിന്റെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ രഹസ്യവും പരസ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തു സംരക്ഷിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഗാഗുൽത്ത മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാ അപരാധമെന്തു ഞാൻ ചെയ്തു. ഗാഗുൽത്ത മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാ അപരാധമെന്തു ഞാൻ ചെയ്തു. മുന്തിരി ഞാൻ നട്ടു നിങ്ങൾക്കാ മുന്തിരി ചാറൊരുക്കി വച്ചു. എങ്കിലും ഈ കയ്പു നീരല്ലേ ദാഹശാന്തിക്കെനിക്കു നൽകി. ഗാഗുൽത്ത മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാ